കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന സമയമാണ്. ദൈവം നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. അവിടുത്തെ നോക്കിയവർ അനുഗ്രഹീതരായി. കർത്താവേ, ഞാൻ അങ്ങയെ നോക്കുകയാണ്, എന്നെ സ്പർശിക്കണമേ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. സാന്ത്വനമേകുന്ന മൊഴികളല്ലേ, സ്വർഗീയ പ്രഭ തൂകും വചനമല്ലേ. സാന്ത്വനമേകുന്ന മൊഴികളല്ലേ, സ്വർഗീയ പ്രഭ തൂകും വചനമല്ലേ. ആ പുണ്യനാമം രക്ഷയല്ലേ, ആത്മാവിൽ അലിയുന്ന സ്നേഹമല്ലേ. ആരാധന ആരാധന ജീവന്റെ വചനമേ, ആരാധന 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 ജീവന്റെ വചനമേ, ആരാധന. കരങ്ങൾ ഉയർത്തി വീശി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ, ആരാധന 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 ദിവ്യകാരുണ്യമേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ദിവ്യകാരുണ്യമേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധിച്ച് ദിവ്യകാരുണ്യമേ, ആരാധന. രണ്ട് കരങ്ങൾ നന്നായി കൂപ്പി ഈശോയിലേക്ക് മാത്രം നോക്കുക. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുൻപില്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ തിരുശരീരം നമ്മുടെ മുൻപില്, ഈശോയുടെ തിരുരക്തം, കുന്തത്താൽ മുറിയപ്പെട്ട ഈശോയുടെ ശരീരം നമ്മുടെ മുൻപില്. ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിന്റെ അരുവിയായി, കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിന്റെ അരുവിയായി, കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിന്റെ അരുവിയായി, കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ മുൻപിലായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയാണ് ഉത്തരം. അവനിൽ ആരും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം അത്രത്തോളം മനുഷ്യനെ, നമ്മെ സ്നേഹിച്ചു, നമ്മുടെ ആത്മാവിനെ സ്നേഹിച്ചു. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരു ഗാനത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഏതവസ്ഥയിലും കർത്താവ് നമ്മളെ സ്പർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിൻ്റെ എല്ലാ അവസ്ഥയിലേക്കും കർത്താവിൻ്റെ തിരുരക്തം ഇറങ്ങി വരട്ടെ, തിരുജലം ഇറങ്ങി വരട്ടെ. കർത്താവ് നമ്മളെ സ്പർശിക്കട്ടെ. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ഉറക്കെ ഈശോയുടെ നാമത്തെ വിളിക്കാമോ കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ പോരാ, ഉറക്കെ ഈശോയുടെ നാമത്തെ വിളിക്കുക. അഭിഷേകമുള്ള നാമം, അനുഗ്രഹം നൽകുന്ന നാമം, ശക്തി നൽകുന്ന നാമം, രോഗസൗഖ്യം നൽകുന്ന നാമം, വിശ്വാസത്തിന്റെ നാമം, സ്നേഹത്തിന്റെ നാമം,
കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈശോയെ കരങ്ങളടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന നന്നായി കരങ്ങളടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന സന്തോഷത്തോടെ പ്രഭാതത്തിലും ആമേൻ പ്രദോഷത്തിലും പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചലിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുക. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടട്ടെ, കർത്താവ് സൗഖ്യം നൽകട്ടെ. ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് പാടാമോ? ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു, സൃഷ്ടാവേ അങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് പാടിക്കേ. അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു, സൃഷ്ടാവേ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിന് ആരാധന. കരങ്ങൾ താഴ്ത്തി ഇടത്തേക്കും വലത്തേക്കും കാലുകൾ മാറ്റി മാറ്റി ചവിട്ടി യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ശരീരം, നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, നമ്മളോടൊപ്പം ഇന്നും ജീവിക്കുന്ന കൂദാശ യേശുവിനെ ആരാധിക്കുന്ന യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് പാടി. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആരാധന ആരാധന ആമേൻ. സ്തുതി ആരാധന ആരാധന ഗ്ലോറി ഗ്ലോറി. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ആത്മാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും ആത്മാവിന് ആരാധന. പ്രിയപ്പെട്ടവരെ, ശ്രവിക്കുന്ന ഓരോ വചനവും പരിശുദ്ധാത്മാവിന്റെ ജീവനാണ്. ഓ പരിശുദ്ധാത്മാവ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് നീ കടന്നു വരണമേ. ആത്മാവെ സ്പർശിക്കണമേ. ആത്മാവിനെ ആരാധിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. ശക്തിയോടെ പാടി. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. യേശു ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ആമേൻ. വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആരാധന ആരാധന ഈശോ. സ്തുതി ആരാധന ആരാധന ഗ്ലോറി ഗ്ലോറി. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന എല്ലാവരും പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിന് ആരാധന പ്രഭാതത്തിലും
പ്രദോഷത്തിലും യേശുവിന് ആരാധന. കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധിച്ച് സ്തുതി ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എത്രത്തോളം ദൈവത്തെ ആരാധിക്കാമോ കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കട്ടെ യേശുവേ. ഹല ഹല ഹല. അധരം തുറന്ന് ഉറക്കെ വിളിക്കട്ടെ യേശുവേ. ഹല 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 ശബ ഹല ഹല ശബ ഹല ഹല ശബ ഹല ഹല. സ്തുതിപ്പിന്റെ കൃപ നിറയട്ടെ, പ്രാർത്ഥനയുടെ കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, തിന്മകൾ വിട്ടുമാറിപ്പോട്ടെ, പൈശാചിക ശക്തികൾ വിട്ടുമാറിപ്പോട്ടെ, ആശ്രയത്തിൽ സ്തുതിപ്പിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. ശബ ഹല 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 ശബ ഹല 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 ശബ ഹല 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 ശബ ഹല കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് മാത്രം നോക്കുക. കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് മാത്രം നോക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തില് പത്രോസിന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ തുടർന്ന് അനേകം പേര് ആ ഭവനത്തിൽ വന്ന് യേശുക്രിസ്തുവിൽ വന്ന് സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. വചനം ഇപ്രകാരമാണ് തുടർന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:17 പ്രകാരം പറയുകയാണ്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. യേശുക്രിസ്തു ജനനത്തിന് മുൻപ് തന്നെ 700-ലധികം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വചനങ്ങളാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ രോഗങ്ങള്, നമ്മുടെ പീഡകള് യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട യേശുവേ, എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ കർത്താവേ, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടിയാണല്ലോ കർത്താവ് അങ്ങ് മുറിയപ്പെട്ടത്. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് സ്തുതിച്ചേ, സ്നേഹിച്ച് സ്തുതിച്ചേ, അധരം തുറന്ന് വിളിച്ചേ. നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോ, നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, യേശുവേ 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 യേശുവേ. നിന്റെ കഷ്ടപ്പാടിലെ കർത്താവിനെ വിളിച്ചേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ യേശുവേ. ഹല 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 ഹല. നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ കള്ളന്മാർ നടുവിൽ കിടന്നതും. ഇവിടെ ഒരു ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാത്രം നോക്കുക. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോ,
പരസ്യ ജീവിതകാലത്ത് അവരുടെ അടുക്കിലേക്ക് അനേകം പേരെ ഓടിക്കൂടി. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്പർശിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വാക്കിനാൽ അവർ സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ അതേ ഈശോ നമ്മുടെ പക്കലേക്ക് വരികയാണ്. കർത്താവിനെ ആരാധിക്കുക, മനസ്സ് തുറന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുക. അവൻ്റെ നാമത്തിൽ ശക്തിയുണ്ട്, അവൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരങ്ങളിടിച്ച് കൈകൾ കൊട്ടി നമ്മുടെ മധ്യേ കടന്നു വരുന്ന ഈശോയെ നമ്മൾ സ്വീകരിക്കുകയാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈശോ കടന്നുപോയപ്പോൾ യേശുവിൻ്റെ കണ്ടവരും യേശുവിനെ തൊട്ടവരും അനുഗ്രഹവും വിടുതലും പ്രാപിച്ചു. ദൈവമേ, ഇതാ അങ്ങയുടെ അത്ഭുതകരമായൊരു ഇടപെടലിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നൊരു സമയമാണ്. എല്ലാവരും ചേർന്ന് കൈകളടിച്ച് കൈകൾ കൊട്ടി ഈശോയെ പാടി ആരാധിച്ച് നമ്മുടെ മധ്യയെ സ്വീകരിക്കുന്നു. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി, കൈകളടിച്ച് കൈകൾ കൊട്ടി ദൈവജനത്തിൻ മീതെ ഇപ്പോ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ഗ്ലോറി, ഗ്ലോറി. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി, കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദൈവജനത്തിൻ മീതെ ഇപ്പോ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ആമേൻ, ആമേൻ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. അവന്റെ ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യപ്പെടുത്തി. ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ ഉയർത്തിയടിച്ച് അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു. ഗ്ലോറി, ഗ്ലോറി. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു. ആമേൻ, ആമേൻ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. 2 കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് ചങ്കുപറ്റി എന്ന് വിളിക്കാമോ? ഓ ജീസസ്, we call upon your mighty name Jesus. ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി നിറയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കൈകളടിച്ച് കൈകൾ കൊട്ടി കൈകളടിച്ച് കൈകൾ കൊട്ടി ഒരിക്കൽ കൂടി ദൈവത്തെ പാടി ആരാധിക്കുന്ന സമയമാണിത്. സൗഖ്യദായകരേശുവേ കൈകൾ നീട്ടണമേ. ആമേൻ. വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം നേടിയിടാൻ. സൗഖ്യദായകരേശുവേ കൈകൾ നീട്ടണമേ. വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം നേടിയിടാൻ. യേശുവിൻ തിരുമുറിവാലേ വ്യാധികൾ മാറട്ടെ. ദൈവശക്തിയാൽ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. യേശുവിൻ തിരുമുറിവാലേ വ്യാധികൾ മാറട്ടെ. ദൈവശക്തിയാൽ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ആരാധന, 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 ആരാധന. യേശുവേ, ചങ്കുപറ്റി വിളിക്കട്ടെ. ഭക്തമേശം അണ്ടയാദികൾ വിളിച്ചതുപോലെ വിളിക്കട്ടെ. ഹല, 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 ഹല. ഈശോ, ഈശോ. Glory, 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 glory. Mighty power. അവന്റെ ശക്തി പുറപ്പെടുന്നു. ഒരിക്കൽ കൂടി കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
കൈകളടിച്ച് ദൈവത്തെ പാടി ആരാധിക്കട്ടെ. ഓ ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ അങ്ങയുടെ ശക്തി കടന്നു വരുമല്ലോ. നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ ഞങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കും. നിങ്ങളുടെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് എല്ലാ രോഗപീഠകളും യേശുനാമത്തിൽ വിട്ടകലട്ടെ. വന്ധ്യത യേശുനാമത്തിൽ വിട്ടകലട്ടെ. ഗർഭഛിദ്രങ്ങൾ യേശുനാമത്തിൽ വിട്ടകലട്ടെ. ഹല 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 ഹല. രക്തത്താൽ മോചിതരാകട്ടെ. പാപത്തിന്റെ കെട്ടുകളെല്ലാം കൈകളടിച്ച് യേശുവിന്റെ രക്തത്താൽ മോചിതരാകട്ടെ. യേശുവിനെ നോക്കി പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ. വചനശക്തിയാൽ സാത്താൻ സൈന്യം ബന്ധിതരാകട്ടെ. ക്രൂശിന് കീഴെ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ. ആമേൻ. വചനശക്തിയാൽ സാത്താൻ സൈന്യം ബന്ധിതരാകട്ടെ. ക്രൂശിന് കീഴെ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ. കൈകളുയർത്തിയടിച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നതിനെ അവർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രഭാഷകൻ 38:9, മകനെ മകളെ, രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്ക്, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. വിശ്വാസികളുടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ പ്രകടമാകട്ടെ. നാളുകളായി തീരാ രോഗങ്ങളാൽ വലയുന്ന എല്ലാ മക്കളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ശക്തി പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നാളുകളായി പല വിധത്തിലുള്ള തടസ്സങ്ങളിൽപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി പിച്ചളവാതികൾ തുറത്ത് എരുമ്പഴ ഒടിക്കുന്ന ദൈവമാണ്. കർത്താവെ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ, രോഗപീഠകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ യേശുനാമത്തിൽ അഴിയപ്പെടട്ടെ. കൈകളടിച്ച് കൈകൾ കൊട്ടി ഞങ്ങൾക്ക് മുൻപേ പോകണമേ. മലകൾ നിരപ്പാക്കിയിടണമേ. ആമേൻ. വിച്ചളവാതിൽ തുറക്കണമേ. ഇരുമ്പോടാമലൊടിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഗ്ലോറി ഗ്ലോറി. ഞങ്ങൾക്ക് മുൻപേ പോകണമേ. ആമേൻ. മലകൾ നിരപ്പാക്കിയിടണമേ. യേശുവേ, ചളവാതിൽ തകർക്കണമേ. ഇരുമ്പോടാമലൊടിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. ഗ്ലോറി ഗ്ലോറി. നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ. ബന്ധനമെല്ലാം നീക്കണമേ. മോചനമേകണമേ. വിജയം ഉയർത്തിയടിച്ച് സൈന്യങ്ങൾ തൻ കർത്താവേ, കൈകൾ കൊട്ടി സുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ. ബന്ധനമെല്ലാം നീക്കണമേ. മോചനമേകണമേ. കരങ്ങൾ ഉയർത്തി യേശുവേ, സ്വരമുയർത്തി വിളിക്കട്ടെ. അധരം തുറന്ന് വിളിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഓ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന് കരം നീട്ടണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ. കുടുംബങ്ങളിൽ കലഹത്തിന്റെയും വഴക്കിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല 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 ഹല. സാമ്പത്തിക മേഖലകളിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല 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 ഹല. ജോലി സംബന്ധമായ, വിസ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്ന മക്കളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഫറവോയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ. ആമേൻ ആമേൻ. ദുഷ്ടനെ ബന്ധിച്ച് സാറായെ രക്ഷിക്കാൻ മനസ്സായ ദൈവമേ. യേശുവേ, ഫറവോയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ. ഗ്ലോറി ഗ്ലോറി. ദുഷ്ടനെ
അങ്ങനെ ബന്ധിച്ച് സാറായെ രക്ഷിച്ച മനസ്സായ ദൈവമേ വചനമയച്ചിടണമേ മക്കളെ വിടുവിക്കണമേ വചനമയച്ചിടണമേ മക്കളെ വിടുവിക്കണമേ ഉയർത്തിയടിച്ച് അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ നൽകും യോദ്ധാവേ സൈന്യങ്ങൾ തകർത്താവേ അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ വിടുതൽ നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. കൈകൾ താഴ്ത്തിയടിച്ച് ഓ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. നാളുകളായി ഞങ്ങളുടെ കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓരോ മേഖലകളെയും സമർപ്പിക്കുകയാണ് ദൈവമേ. മാറി മാറി ഉണ്ടാകുന്ന രോഗങ്ങൾ ഒരാൾക്ക് കഴിയുമ്പോൾ മറ്റൊരാൾ വിധത്തിൽ കുടുംബത്തിൽ മരുന്നുകുപ്പി ഒഴിവാക്കാനാവാത്ത വിധത്തിലുള്ള രോഗപീഠകൾ കർത്താവെ, കുടുംബ പ്രാർത്ഥന അന്യം നിന്നുപോയ കുടുംബങ്ങളുണ്ട് കർത്താവെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവെ, ദൈവനിഷേധത്തിന്റെയും യുക്തിചിന്തയുടെയും പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവിടെ വന്ന് കണ്ണുനീരോടുകൂടി ദൈവവിശ്വാസമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും പ്രാർത്ഥന മേഘങ്ങൾ തുറന്ന് സ്വർഗത്തിലെത്തട്ടെ. വലിയ അഭിഷേകം നിറയട്ടെ. ഈശോയെ, അങ്ങയുടെ ശക്തി അയക്കണമേ. പ്രാർത്ഥിക്കുന്നു. ശക്തി തകർത്തവനെ കൈകളടിച്ച് കുരിശിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തവനെ തിരുവചനത്താൽ ദുഷ്ടാരൂപിത ശക്തി ദുഷ്ടാരൂപികൾ കുടുംബത്തിൽ വിട്ടകലട്ടെ. കുരിശിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തവനെ ആമേൻ ആമേൻ. വചനമയച്ചിടണമേ യേശുവേ, മക്കളെ വിടുവിക്കണമേ യേശുവേ, വചനമയച്ചിടണമേ ആമേൻ ആമേൻ. കൈകൾ ഉയർത്തിയടിച്ച് യോദ്ധാവേ സൈന്യങ്ങൾ തകർത്താവേ അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. യേശുവേ തിരുരക്തത്താൽ കഴുകണമേ യേശുവേ എല്ലാം നീക്കണമേ മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ കൈകൾ ഉയർത്തിയടിച്ച് അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. ആമേൻ. വിജയം നൽകും യേശുവേ തിരുരക്തത്താൽ കഴുകണമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ. ഞങ്ങൾക്ക് മുൻപേ പോകണമേ മലകൾ നിരപ്പാക്കിയിടണമേ. ആമേൻ ആമേൻ. വിച്ചളവാതിൽ തകർക്കണമേ പോടാം മലോടിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി വീശി കൈകൾ വീശി ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. 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 രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ഇതാ ദിവ്യകാരുണ്യ നാഥൻ ഒരിക്കൽ കൂടി നമ്മുടെ മധ്യേ വരുമ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ സായങ്കാല വേള നിന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ സമയമായിട്ട് മാറണം. നീ അതിന് നിന്റെ എത്രമാത്രം വിശ്വാസത്തോടു കൂടി നിന്റെ ദൈവത്തെ വിളിക്കാൻ പറ്റുമോ അത്രമാത്രം ഉറക്ക ദൈവത്തെ വിളിക്കണം. വചനം പറയുന്നു, മരിച്ചു മണ്ണടിഞ്ഞ ലാസറിന്റെ കുഴിമാടത്തെങ്കിൽ നിന്ന് യോഹന്നാൻ 11:40 നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അതേ പ്രിയ ദൈവ പൈതലേ, നീ ഒരു ദൈവ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ വിശ്വസിക്കുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനകത്ത് മനസ്സ് തുറന്ന് യേശുവേ എന്ന് ഒരു 10 പേര് കേൾക്കെ ഉറക്ക വിളിക്കേ. യേശുവേ. Glory, 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 glory. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. Glory, 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 glory. A mighty power, a
A mighty delivers right now. Hallelujah, hallelujah. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. Glory, 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 glory. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണുകളടച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ഒരു രോഗസൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് ഒത്തിരിയേറെ സൗഖ്യം ആവശ്യമുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ മുറിവുകളാണ്, രോഗങ്ങളാണ് പാപങ്ങൾ. നല്ല കുമ്പസാരം നടത്തുമ്പോൾ അത് മാറിക്കിട്ടും. ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇവിടെ അനേകം മക്കൾ വന്നിരിക്കുന്നത് പല വിധത്തിൽ രോഗപീഠകളുമായിട്ടാണ്. കർത്താവെ, ആസ്പത്രി കിടക്കകളിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് വന്നിരിക്കുന്നവരുണ്ട്. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു രോഗമാണെന്ന് പറഞ്ഞ് കണ്ണീരോടെ വന്നിരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഈശോയെ, കർത്താവെ, നീ ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമല്ലേ? നിനക്ക് മാത്രമല്ലേ ഞങ്ങളെ രക്ഷിക്കാനാവൂ? രക്ഷിക്കാനാവാത്ത വിധം കരങ്ങൾ കുറുകിയിട്ടില്ലെന്നും കേൾക്കാനാവാത്ത വിധം കാതുകൾ മന്ദീഭവിച്ചിട്ടില്ലെന്നും യെശയ്യാ 49:1 വചനം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നേ ദിവസം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. പല വിധത്തിലുള്ള രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന ഈ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. അവിടുന്ന് അരുളി ചെയ്തല്ലോ, ഞാൻ സുഖപ്പെടുന്ന കർത്താവാണ്. ഓ ഡിവൈൻ ഹീലർ, അങ്ങയുടെ സ്പർശനത്തിന് വേണ്ടി നീ ഞങ്ങൾ കാത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പഠിപ്പിച്ചു 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി. കാൽവരി കുന്നിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഒരു തുള്ളി രക്തം ഞങ്ങളുടെ ശിരസ്സ് മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുകിയിറങ്ങിയാൽ മാത്രം മതി ഞങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ. എത്ര വലിയ കഠിന രോഗത്തിന് അടിമയാണെങ്കിലും ശരി, ആ വ്യക്തികൾക്ക് സൗഖ്യം കിട്ടാൻ അങ്ങയുടെ ഒരു തുള്ളി രക്തം മതി. കർത്താവെ, ലോങ്കിനോസ് എന്ന് പറയുന്ന ഒരു ഒറ്റക്കണ്ണിൻ്റെ കണ്ണിലേക്ക് ഒരു തുള്ളി രക്തം ഒഴുകപ്പെട്ടപ്പോൾ അവന് കാഴ്ചശക്തി ചരിത്രം പറയുന്നു. ദൈവമേ, ഇന്നിത് സംഭവിക്കണം. ഇവിടെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരാണ് ആശ്രയമുള്ളത്? ഓ പ്രിയ ദൈവ പൈതലേ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. How blessed people we are when we call upon our God. Our God is so close to us. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങയുടെ ഞങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ പറ്റും. കർത്താവെ, അങ്ങയുടെ വചനം, മകനെ മകളെ, രോഗം വരുമ്പോൾ ഉദാസീനത കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. തുടർന്നൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇത് കണ്ണുകടയ്ക്കാമോ? ക്യാൻ യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്? എല്ലാവരും കണ്ണുകൾ അടച്ചു പിടിച്ച്. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് രോഗമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ ഭാഗത്തെ കൈ ഒന്ന് ചേർത്ത് വെച്ച്. നിങ്ങളുടെ ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലേക്ക് ഒന്ന് കൈ ചേർത്ത് വെച്ച്. നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ തൊണ്ട, നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ അബ്ഡോമൻ, നിങ്ങളുടെ വയറ്, കാൽമുട്ട്, കൈമുട്ട്, ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് രോഗമുണ്ടെങ്കിൽ അങ്ങോട്ട് കൈ ചേർത്ത് വയ്ക്ക്. ആരും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് ശരീരം ആസകല രോഗമുള്ളവരാണോ എങ്കിൽ ശിരസ്സും ഉള്ളങ്കാൽ വരെ തിരുരക്തം ഒഴുകാൻ വേണ്ടി ഈ 2 കരങ്ങളും നിങ്ങളുടെ ശിരസ്സിനോട് ചേർത്ത് വയ്ക്ക്. അലർജി രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, അങ്ങനെയുള്ളവരെല്ലാവരും 2 കരങ്ങൾ ശിരസ്സിനോട് ചേർത്ത് വയ്ക്കട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ കരങ്ങൾ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കട്ടെ. ഇതാ പ്രിയപ്പെട്ടവരെ, ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ഈശോ ആണിപ്പാടുള്ള കരങ്ങൾ നിന്റെ കരത്തോട് ചേർത്ത് വയ്ക്കുന്നു. നിന്റെ ശരീരത്തിന്റെ ആ ഭാഗത്തേക്ക് യേശു കരം ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യപ്പെട്ടു. ഓ ദൈവമേ, ഈ സായങ്കാല വേളയിൽ അങ്ങയുടെ മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യ അധികാരത്തിൽ ലൂക്കാ 9:1-2 നിങ്ങൾ എന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും. കർത്താവേ, ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. കർത്താവേ, സേവർഖാൻ വട്ടാലച്ചിന്റെയും സോജിയത്തിന്റെയും ബിനോയത്തിന്റെയും സാംസനത്തിന്റെയും ആത്മീയ കൂട്ടായ്മയിൽ ബഹുമാനോട് ഷൈജത്തിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ശിരസ്സും ഉള്ളങ്കാലും തിരുരക്തം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ മറ്റാർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ ഓർക്കുക. ഈ നിമിഷം രോഗപീഠകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അന്ധനായ ബർത്തമയൂസ് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്രാ യേശുവേ എന്നിൽ കനിയണമേ. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ യേശു സ്വരം കേട്ടില്ലേ? നിന്റെ സ്വരം ഈശോ ഒന്ന് കേൾക്കട്ടെ. കരങ്ങൾ അവിടെ തന്നെ വെച്ച് കണ്ണുകളടച്ച് കണ്ണുകൾ തുറന്ന് അൾത്താരയിലേക്ക് നോക്കി യേശുവേ 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 യേശുവേ. Glory, 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 glory.
ഓ ജീസസ്, ഓ ജീസസ്. ഹല 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 ഹല. ഈശോയെ, ഈശോയെ സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. ഓ ജീസസ് സുഖമാക്കണേ, ഈശോയെ, ഈശോയെ സുഖമാക്കണേ. രണ്ട് കരങ്ങളും ഉയർത്തി അൽത്താരയിലേക്ക് നോക്കി ചേർന്ന് പാടിക്കേ. സുഖമാക്കണേ. ഗ്ലോറി 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 ഗ്ലോറി. ശക്തി വ്യാപരിക്കട്ടെ, ശക്തി ഒഴുകട്ടെ. ഓ ജീസസ്, ഈശോയെ സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ. ഈശോയെ, ഈശോയെ, ഈശോയെ സുഖമാക്കണേ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി. ഈശോ, ഗ്ലോറി 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 ഗ്ലോറി. ദൈവശക്തി വ്യാപരിക്കുന്നു, വലിയ അഭിഷേകം, അനേകരിലേക്ക് സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആമേൻ, 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 ആമേൻ. കരങ്ങൾ കൂപ്പി ശ്രമിച്ച് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, സൗഖ്യവും വിടുതൽ നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ഈ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിശ്വാസരാഹിത്യത്തിൻ്റെ അരൂപി, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളുടെ അമിതമായ താല്പര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തി ജീവനിലേക്കും വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം മക്കൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ ലോകത്തിൻ്റെ അരൂപി കയറി കിടക്കുകയാണ്. ഈ ലോകം പറയുന്നതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് വചനം റോമ 12:2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം, അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവുമായി വിവേചിച്ചറിയാൻ പറ്റും. പ്രിയ ദൈവ പൈതലേ, നീ ലോകത്തിൻ്റെ അരൂപിയിൽപ്പെട്ടു പോയാൽ നിനക്കൊരിക്കലും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റില്ല. യാക്കോബ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ ശ്രീഹ ചോദിക്കുകയാണ്, വിശ്വസ്ത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോട് ശത്രുതയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്നാൽ ആരെങ്കിലും ലോകത്തിൻ്റെ മിത്രമാകാൻ ശ്രമിച്ചാൽ അവർ തന്നെ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറ്റും. 1 യോഹന്നാൻ 2:15 യോഹന്നാൻ ശ്രീഹ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിൻ്റെതൊന്നും ദൈവത്തിൻ്റെതല്ല. അതേ പ്രിയ മക്കളെ, വീണ്ടും ദൈവത്തിൻ്റെ വചനം 2 കൊറിന്ത്യൻസിൻ്റെ 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ സുവിശേഷം നിഗൂഢമായിട്ടുണ്ടെങ്കിൽ അത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് മാത്രമാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രിയ ദൈവ പൈതലേ, ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലോ ഏതെങ്കിലും വ്യക്തികൾ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ, എത്ര പറഞ്ഞിട്ടും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, എത്ര വിളിച്ചിട്ടും വരുന്നില്ല, പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, അവരെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സുഭാഷ് 29:19, വാക്കുകൊണ്ട് ആരെയും നന്നാക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലായവർ അനുസരിക്കണമെന്നില്ല. ഒരു അരൂപിയുടെ പ്രവർത്തനം ആവശ്യമാണ്. തുടർന്ന് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മേഖലകളെല്ലാം സമർപ്പിച്ച്, നമ്മുടെ കുടുംബത്തിൻ്റെ തടസ്സത്തിന് മേഖല സമർപ്പിച്ച് ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. എല്ലാവരും കണ്ണുകടച്ച് പിടിക്കാമോ? ക്യാൻ യു ക്ലോസ് യുവർ ഐസ്? ആൻഡ് സഹോദരിമാർ ദയവ് നിങ്ങളുടെ ഷോളൊക്കെ തലവിട്ടുന്ന് കയറ്റിയിടാമോ? നമ്മൾ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി എല്ലാവരും ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, അല്ല അല്പം കൂടി സ്വരം ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ,
രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, അങ്ങേ എന്റെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അങ്ങിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനവും രക്ഷയും എനിക്ക് കൈവരികയുള്ളൂ എന്നും വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ ദൈവത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്ന എല്ലാ അന്ധകാര ശക്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും ലോകത്തിന്റെ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനിഷേധത്തിന്റെയും യുക്തി ചിന്തയുടെയും ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത അവസ്ഥയുടെയും സഭാവിരോധത്തിന്റെയും വൈദിക വിരോധത്തിന്റെയും എല്ലാ അരൂപികളും ശക്തികളും യേശുനാമത്തിൽ വിട്ടകലട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. കുടുംബമാകുന്ന പാളയത്തെ അശുദ്ധമാക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. മദ്യപാനത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെയും ചീത്ത കൂട്ടുകെട്ടുകളുടെയും വ്യഭിചാരത്തിന്റെയും ദുർവൃത്തിയുടെയും നീലചിത്രങ്ങളുടെ അടിമത്തത്തിന്റെയും എല്ലാ അരൂപികളും ശക്തികളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കുടുംബത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന കലഹം, വഴക്ക്, ഭിന്നത, വിഭാഗീയ ചിന്ത എന്നിവയുടെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നാളുകളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, സ്ഥലം വിൽക്കാനും വാങ്ങാനുള്ള തടസ്സങ്ങൾ, ഭവനം പണിയാനുള്ള തടസ്സങ്ങൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എത്ര അധ്വാനിച്ചിട്ടും മേൽഗതി ഇല്ലാത്ത വിധത്തിൽ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങളെ അടിക്കടി തകർക്കുന്ന കടബാധ്യതകളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും വരുമാന മാർഗങ്ങളിലെ തടസ്സങ്ങളുടെയും അരൂപികളും ശക്തികളും ഈ വെഞ്ചരിപ്പ് വേളയിൽ ഞങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടകലട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. യെശയ്യാ 22:22 ദാവീദ് ഭവന താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനാവില്ല. ഈ വചനത്തിന് അഭിഷേകം നിറയട്ടെ. ഓ ദൈവമേ, അങ്ങയുടെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെന്തസ്തിയ ജെറുസലേമേ, നീ പൊടിയിൽ തട്ടിക്കുള്ള എഴുന്നേൽക്കുക. ബെന്തസ്തിയ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ നുഖത്തിന്റെ കെട്ടുകൾ നീ പൊട്ടിക്കുക. കർത്താവേ, നാളുകളായി മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമ ചങ്ങലകളെ ഇപ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയാൽ വിടുവിക്കണമേ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളും എടുത്തു മാറ്റും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, കണ്ണുകൾ അടച്ചുപിടിക്കുക. സെവർഖാൻ വട്ടാരത്തിന്റെയും ബിനോയിച്ചിന്റെയും സോജിയത്തിന്റെയും ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ മേൽ കരുണ കാണിക്കണമേ. അടുത്ത 10 പേര് കേൾക്ക്. യേശുവേ, യേശുനാമത്തിൽ
രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ജീസസ്. Glory, glory. കരങ്ങൾ ഉയർത്തി അടിച്ച് ബന്ധനം അഴിയട്ടെ. ആമേൻ, ആമേൻ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. വലതുകരം ഉയർത്തി ഒരു മൂന്നെണ്ണം ഉറക്ക ഹല്ലേലൂയ പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ ഒരു മേഖല കൂടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളാണ്. രണ്ട് കരങ്ങൾ ശിരസിനോട് ചേർത്ത് വയ്ക്കാമോ? ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ അപമാനം പേറി ജീവിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തികളുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വന്നുപോയ ചെറിയ ഒരു വാക്കിൻ്റെയോ പ്രവൃത്തിയുടെ പിഴവ് മൂലം തീരാ ദുഃഖവുമായി കഴിയുന്നവരുണ്ട്. ദൈവമേ, അവരുടെ ഹൃദയങ്ങളിലെ മുറിവുകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അതോടൊപ്പം ഈശോയെ, ഞങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ മൂലം അനേകർ വേദനിക്കപ്പെട്ടിട്ടുണ്ട്. അനേകരുടെ സൽപ്പേരിന് ക്ഷതമുണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ കൂട്ടുകാരോട് ചേർന്ന് അവരുടെ കുറ്റം പറഞ്ഞ് രസിച്ചിട്ടുണ്ട്. അവരും ഒത്തിരിയേറെ മുറിവേറ്റപ്പെട്ട വ്യക്തികളാണ്. മുറിവുണക്കുന്നവൻ അവിടുന്ന് മാത്രമാണല്ലോ. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ കരം ചേർത്ത് വെച്ച് അനുഗ്രഹിക്കണമേ. അവൻ്റെ മുറിവിനാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യമുള്ളത്. കർത്താവെ, അപമാന ഭാരം പേറി കഴിയുന്നവർ, ജീവിത പങ്കാളി, സഹോദരങ്ങൾ, കുടുംബത്തിൻ്റെയൊക്കെ മുമ്പിൽ തലകുനിച്ചേണ്ടി വന്ന അവസ്ഥയിൽ കഴിയുന്നവർ, കർത്താവെ, അപമാന ഭാരം പേറി കഴിയുന്ന അനേകരുണ്ട്. അവരോട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ അപമാനിതനായ വ്യക്തി യേശുവാണ്. അവന് കുരിശിൽ കിടന്ന അപമാന ഭാരം പേറിക്കൊണ്ട് തന്നെയാണ് ക്ഷമിച്ച് പ്രാർത്ഥിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മക്കളിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ കർത്താവ് ഏതെങ്കിലും മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ തിരുരക്തം കൊണ്ട് അവിടുന്ന് കഴുകണമേ. ശിരസ് ഉള്ളകാൽ വരെ തിരുരക്തം ഒഴുക്കണമേ കർത്താവേ. കർത്താവേ, സൗഖ്യത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ. ഓ ദൈവമേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകളേറ്റ യേശുവേ, അങ്ങയുടെ മുറിവിനാൽ ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. കരങ്ങൾ ശിരസിനോട് ചേർത്ത് വെച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിവുകളേറ്റ യേശുവേ, യേശുവേ, സൗഖ്യമേകൂ. മുറിവുകളേറ്റ യേശുവേ, മുറിവുകളാൽ സൗഖ്യമേകൂ. കരങ്ങൾ ഉയർത്തി യേശുവേ, അങ്ങയുടെ തിരുമുറിവിനാൽ ഞങ്ങളുടെ മുറിവ് ഉണക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, 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 ആരാധന. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവികാരനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷം. നിങ്ങൾ എഴുതി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകൾ
നിങ്ങൾ എന്തെല്ലാം ആഗ്രഹവുമായിട്ടാണോ കടന്നു വന്നിരിക്കുന്നത് അത് ഈശോയോട് പറയുക. 119 സങ്കീർത്തനം 26 വചനം, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുത്തെ മുമ്പിൽ ഈശോയെ പറ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്നെ സഹായിക്കണം, ഈ മേഖലയിൽ നീ ഇടപെടണം, എൻ്റെ രോഗത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ തകർച്ചയിൽ നീ ഉണ്ടാവണം. ഏതെല്ലാം നിയോഗങ്ങളുമായിട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നതും ജീവിക്കുന്നതും ഒക്കെ. അവർ ദൈവഭക്തിയിൽ ജീവിക്കാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശദീകരിക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവസന്നിധിയിൽ ഈ കരങ്ങൾ ഉയർത്തുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ആശ്രവദിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ്. 2 കരങ്ങളും നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കൈമുട്ട് നിവർന്നിരിക്കട്ടെ. ആരും ശ്രദ്ധിക്കേണ്ട. ഇതാ ഈശോ നിന്നെ തൊടുന്നു. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എല്ലാറ്റിനും മേലെ യേശു വലിയവനാണ്, അവൻ്റെ നാമം ആരാധ്യമാണ്. 2 കരങ്ങളും ഉയർത്തി അതിരം തുറന്ന് മനസ്സ് തുറന്ന് എല്ലാവരും വിളിക്കുന്നു, യേശുവേ, ഈശോ, ഓ ജീസസ്, ഗ്ലോറി 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 ഗ്ലോറി, ആമേൻ ആമേൻ. അനേകരിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു, വലിയ വിടുതലുകൾ സംഭവിക്കുന്നു, അടിമച്ചങ്ങലകൾ പൊട്ടി തകരുന്നു. ഗ്ലോറി 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 ഗ്ലോറി, ദൈവശക്തി, the mighty power, the mighty power. അധിപതിയായി എന്നെന്നും നീ വാഴണമേ. പരിശുദ്ധ പരമമാ, സാധിക്കുന്നവരെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കുമ്പിട്ട് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ്